എനിക്ക് പുറത്ത് പോകേണ്ട ഡ്രസ്സ് മറിഞ്ഞ് അപ്പം ഈ കണ്ണടയുടെ മുന്നിൽ നിന്നൊരു വീഡിയോ എടുക്കണം. അങ്ങനെ ഞങ്ങൾ വീഡിയോ എടുക്കുന്നുണ്ട്. കുശുംപുത്തി നമ്മൾ കാത്തുമ്പോൾ ഓടി വന്നാണ് അവൾ നിലത്ത് വീണിട്ടുണ്ട്. പിന്നെ പിള്ള മനസ്സിൽ കള്ളില്ല എന്ന് പറയുന്നത് സത്യം കണ്ട. ആൾക്ക് വീണാലും വലിയ വേദനയൊന്നുമില്ല. അവൾ എഴുന്നേറ്റ് ഓക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ പരിപാടി നമ്മൾ കുഞ്ഞിനും അച്ഛനും വേണ്ടിയുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടി തൃശ്ശൂർ പോവുകയാണ്. അപ്പോൾ അവരോടൊക്കെ ഞാൻ ആ വീട്ടിൽ റെഡി ആയിക്കോളാൻ വേണ്ടി ഞങ്ങൾ ഇവിടുന്ന് റെഡിയായി ഫുൾ സെറ്റായിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് നമ്മൾ കാത്തുമ്പോൾ കുഞ്ഞിനെ കാണാമല്ലോ എന്ന് ആലോചിച്ചിട്ട്. കാത്തു എവിടെ എത്തി? കുഞ്ഞാ വീട്ടിലേക്ക് എത്തിയാ? ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുള്ളൂ എത്രത്തോളം സന്തോഷത്തിലാണെന്ന്. അങ്ങനെ നമ്മൾ വീടെത്തുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അവരെല്ലാവരും ഡ്രസ്സെല്ലാം മാറി ഫുൾ സെറ്റായിട്ട് നിൽക്കുകയെന്നാണ്. പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് ഞാൻ ഒരു സത്യം മനസ്സിലാക്കിയത്. അവിടെ ആരും റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. കുണിക്കൊക്കെ സ്കൂളിലിട്ട് വന്ന് കുളിക്കാൻ പോകുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ കുറച്ചധികം നേരം നമ്മളവിടെ പോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കാത്തുമ്മ ആ കുഞ്ഞിൻ്റെ കൂടെ ഫുൾ കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. കുഞ്ഞിൻ്റെ കോലൊക്കെ നോക്കി അവൾ വന്ന ലുക്കിലാണ് നിൽക്കുന്നത്. ആൾക്ക് ഡ്രസ്സ് മാറണം, റെഡി ആവണം, എന്തൊക്കെ പരിപാടിയായിരുന്നു. അങ്ങനെ നമ്മൾ തൃശ്ശൂർ ജയലക്ഷ്മിയിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ അവിടെ എത്തിയപ്പോഴേ ഞങ്ങൾ കുറച്ച് പ്ലാനുകളും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഞങ്ങൾ അതിനനുസരിച്ചുള്ള സാരികളും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് നമ്മൾ കാത്തുമ്മൻ്റെ ഫേസ് ഞാൻ ശ്രദ്ധിച്ചത്. ഇതുവരെയ്ക്ക് നമ്മൾ കുഞ്ഞിനെ മാത്രമല്ല സാരി നോക്കിയിട്ടുള്ളൂ. അവൾക്കൊന്നും നോക്കാത്ത എൻ്റെ പിണക്കം ആളെ ഫേസിൽ നല്ല മധുരമുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ചധികം സാരികൾ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ട് അതൊക്കെ ഓരോന്നിട്ട് ഉടുത്ത് നോക്കുകയാണ്. അപ്പോൾ ഇതിൽ ഏത് സാരി ആയിരിക്കും ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടാവുക നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ നിങ്ങളുടെ ടേസ്റ്റ് ഒരേപോലെയാണോ എന്ന് നോക്കാമല്ലോ. അപ്പം നമ്മൾ കുഞ്ഞിൻ്റെ റെഡ്, ക്രീം അങ്ങനെ ഒരുപാട് കളറുകൾ വെച്ച് നോക്കി. അതിൽ ഞങ്ങൾക്ക് അവസാനം ഒരു 3-4 സാരി ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മളെ റേഞ്ചിനൊക്കെ അനുസരിച്ച് നോക്കിയപ്പോൾ ഒരു സാരി നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാത്തുമ്മയുടെ ഫേസ് ഞാൻ ശ്രദ്ധിച്ചത്. അവൾക്ക് ആകെ വിഷമമായി തുടങ്ങി. അവൾക്കൊന്നും ചെയ്യാത്താനും അതിനടുത്ത ചേച്ചി നമ്മളെ കാത്തുമ്മയ്ക്ക് സാരി വെച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അതോടൊരു കുട്ടിക്കാണ്ട് ഭയങ്കരമായിട്ട് സന്തോഷമായി. കുട്ടിയാണ്ട് വലിയൊരു പെൺകുട്ടിയായി പോലെയെന്ന് അവളുടെ സന്തോഷം. പിന്നെ അവിടെ നിന്ന് എനിക്ക് ഒരു വീഡിയോസ് പോലും എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്ത് നമ്മൾ നേരെ നെസ്റ്റോയിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് അമ്മയ്ക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു. അതെല്ലാം മേടിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പം നാളെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ പറഞ്ഞേ.